സാറേ, നമ്മൾ ഈ വീട് പണിയുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത പഴയ ഭിത്തികൾ നിലനിർത്തിക്കൊണ്ട് മാക്സിമം കൊള്ളുകയില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വെക്കുക. പിന്നെ ഹൈറ്റ്, ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാക്സിമം ഹൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഇതൊരു യൂറോപ്യൻ സ്റ്റൈലിലെ മോഡലാണ്. പണ്ടത്തെ ഷീറ്റും ബോർഡും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഭംഗി കെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് എ ഷേപ്പ് ഒരു മോഡൽ സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. ചൂട് മാക്സിമം കുറയും. ചൂടിനെ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. അതിനാണ് ഉയരം മാക്സിമം കൂട്ടിയിരിക്കുന്നത്. 10 അടി ഉയരം ഉണ്ടല്ലേ? പിന്നെ കാണാനുള്ള ഷേപ്പും നമ്മൾ മോള് ഷേപ്പായിട്ട് ഇരിക്കും. നമ്മൾ ഈ റോഡുകളിൽ കൂടെ പോകുന്ന സമയത്ത് മോൾ ഭാഗം നമ്മൾ താന്നിരുന്ന് കഴിഞ്ഞാൽ അതിന് ഭംഗി കൂടുള്ളൂ. അതുകൊണ്ട് മാക്സിമം പൊക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് മുകളിൽ കൂടെ റോഡാണ്. റോഡിൽ കൂടെ പോകുമ്പോൾ പോലും നല്ലൊരു ഷോയിൽ നമുക്കിത് കാണാൻ പറ്റും. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നല്ലൊരു താമസത്തിന് പറ്റിയ ഏറ്റവും ആധുനികമായ രീതി, ചിലവ് കുറച്ചും പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് സ്ട്രെങ്തും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇനി ഗാർഡനിങ് ആണ്. ഗാർഡനിങ്ങിലാണ് ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത്. ഈ യൂറോപ്യൻ സ്റ്റൈലുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം വന്ന് ഗാർഡനിങ് ആണ്. ഗാർഡനിങ് ഇല്ലെങ്കിൽ വീടിന് ഭംഗിയില്ല. ഏറ്റവും പ്രധാനമാണ്. ഇപ്പം നിലവിൽ തന്നെ നമുക്ക് അനേകം ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ താമരപ്പൂ കണ്ട ഒരു വീട് ഞാനിതാ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ താമരപ്പൂ, വിവിധ ഇനം താമര അത് തന്നെ. അത് ഇവിടെയായിരുന്നു നമ്മൾ കാണിച്ചത്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്ത് എടുക്കണം. ആ വീടിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ഗാർഡൻ, ഇതിന് ചുറ്റും പൂക്കൾ ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഈ രീതിയിലുള്ളൊരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി. ഓക്കെ.